നമസ്കാരം സുഹൃത്തെ, മാസ്റ്റർ കീ സിസ്റ്റം പ്രാക്ടീസ് സീരീസിലേക്ക് സ്വാഗതം. ഇത് 3rd വീഡിയോ ആണ്. ഈ ആഴ്ചത്തെ ചാപ്റ്ററിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാന എനർജി പോയിൻ്റായ സോളാർ പ്ലക്സസ് അഥവാ മണിപ്പൂര ചക്രയെ സംബന്ധിച്ചാണ്. മണിപ്പൂര ചക്ര ലൊക്കേറ്റഡ് ഇൻ യുവർ സ്റ്റൊമക് ഏരിയ, പൊക്കിളിൻ്റെ 2 ഇഞ്ച് മുകളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അഡ്രിനാലിൻ പാൻക്രിയാറ്റിക് ഗ്ലാൻഡുമായി കണക്റ്റഡ് ആണ്. നമ്മുടെ ഉപബോധ മനസ്സുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറയാം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എനർജി എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എനർജി പോയിൻ്റാണ് മണിപ്പൂര ചക്ര. മണിപ്പൂര ചക്ര വളരെ നന്നായി പ്രവർത്തിക്കുന്നവരിൽ ശരീരത്തിന് ചുറ്റും ഒരു ഊർജ്ജ പ്രസരണം ഉണ്ടാകും, ഒരു ഊർജ്ജ വലയം ഉണ്ടാകും. ഈ ഒരു ഊർജ്ജ പ്രസരണം ഏതെങ്കിലും രീതിയിൽ തടസ്സമുണ്ടാകുമ്പോഴാണ് ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകുന്നതും മാനസികമായും ഒരു ഊർജ്ജസ്വലതയില്ലാത്ത പോലത്തെ അവസ്ഥയുണ്ടാകുന്നതും. പ്രപഞ്ച മനസ്സുമായി കണക്ട് ചെയ്യുന്ന മനുഷ്യനിലെ സുപ്രധാന പോയിൻ്റാണ് മണിപ്പൂര ചക്ര. നമ്മളുണ്ടാകുന്ന ഭയം, തോറ്റുപോകുമോ എന്ന ഭയം, മറ്റുള്ളവരെ എന്തു വിചാരിക്കും എന്ന ഭയം, സംസാരിക്കാനുള്ള ഭയം, ഇങ്ങനെ ഏതിനെയും എന്തിനേയും ഭയം, ഈ വികാരം സോളാർ പ്ലക്സസിൻ്റെ ഊർജ്ജ പ്രസരണത്തെ തടസ്സപ്പെടുത്തുകയും ആ തടസ്സം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നു. അദ്ദേഹം പറയുന്നത്, നാം പരിമിതമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് അത്രയും പരിമിതികളോടെ ജീവിതം നമ്മിൽ പ്രതിഫലിക്കുന്നത് എന്നാണ്. ഈ പ്രപഞ്ചം തന്നെ സമൃദ്ധി നിറഞ്ഞതാണ്. ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടതിലും എത്രയോ മടങ്ങ് സമ്പൽ സമൃദ്ധമാണ്. ആ പ്രപഞ്ചത്തിൻ്റെ അതേ ശക്തിയും സമൃദ്ധിയും ഉൾക്കൊള്ളുന്നവരാണ് നാം ഓരോരുത്തരും എന്ന സത്യം നാം ഉൾക്കൊള്ളുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഭയം എന്ന വികാരം മാറിപ്പോകുന്നു. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള ചിന്തകളെ നമ്മിൽ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലും പറഞ്ഞ അതേ രീതി തന്നെ തുടരുക. അതായത് അതേ പൊസിഷനിൽ തന്നെ ശരീരം അനക്കമില്ലാതെ നിലനിർത്തുക. ശരീരം ഒന്ന് റിലാക്സ് ചെയ്യിക്കുക. മനസ്സിൽ ഓരോ ശാരീരിക അവയവങ്ങളെയും നിർദ്ദേശം നൽകിക്കൊണ്ട് മെല്ലെ മെല്ലെ അയച്ചു കൊണ്ടുവരിക. പരമാവധി റിലാക്സ് ചെയ്ത് നിലകൊള്ളുക. ശേഷം ചിന്തകളെ നിയന്ത്രിക്കുക. ഇതിലൂടെ മനസ്സിനും ശരീരത്തിനും സമാധാനവും ശാന്തതയും കൈവരുകയും അത് മണിപ്പൂര ചക്രയിലൂടെയുള്ള എനർജി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ മണിപ്പൂര ചക്ര പൂർവാധികം ശക്തിയോടെ പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.